പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അതിൻ്റെ 13-14 വചനങ്ങൾ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷം എന്നും യഹോവയുടെ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോവിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തു. ദിവസങ്ങളെല്ലാം വിശുദ്ധമാണ്. ദൈവം സൃഷ്ടിച്ച ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ നാം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ദിനംതോറും ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദിവസം എന്ന് തന്നെ നമുക്കിതിനെ കാണാം. വിശുദ്ധ ദിവസം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കായി നാം വേർതിരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സഭാ യോഗങ്ങൾ കൂടുന്ന ദിവസം, നാം പള്ളിയിൽ പോകുന്ന ദിവസം. അതുകൊണ്ടാണ് വചനം പറയാണ്, സഭാ യോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. നാം വീട്ടിൽ എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ ദിവസം തന്നെയാണ്. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം നാം വേർതിരിക്കുന്ന ദിവസം, അന്ന് നാം നമ്മുടെ കാര്യങ്ങളിൽ ഏർപ്പെടാതെ നാം ദൈവത്തിന് വേണ്ടി സമയം ചിലവിടുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന ദിവസത്തിൻ്റെ എല്ലാ ദിവസവും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാം. അങ്ങനെ വെക്കുമ്പോൾ അതിന് പ്രതിഫലം ദൈവം തരുന്നുണ്ട്. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊരു ദൈവിക വേല ചെയ്യുന്ന ആളാണെങ്കിൽ, നല്ല വേല ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ അവരുടെ അനുഗ്രഹത്തിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ ശുശ്രൂഷയിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുമ്പോൾ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി എന്നെ നേരിട്ടു. എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതായി നിർബന്ധം എൻ്റെ മേൽ വന്നു. ശുശ്രൂഷയ്ക്ക് മുഴുവൻ സമയം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യണോ, പൂർണ്ണസമയം ദൈവീക വേല ചെയ്യണോ എന്നറിയേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചു. ഞാൻ പല ജോലി കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല. അവസാനം ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നൊരു ദൈവവചന ഭാഗമാണ്. റീമ പോലെ ദൈവം എനിക്ക് തന്നൊരു ഭാഗമാണ്.
യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 13-14 വാക്യം. ഈ വചനം എൻ്റെ ആശങ്കയെ മാറ്റി. എന്താണ് ഈ വചനം പറയുന്നത്? നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ, നീ നിൻ്റെ കാര്യത്തിന് വേണ്ടി സമയം ചെലവിടാതെ. അതാണ് എന്നോട് കർത്താവ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങളാരും നിങ്ങളുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവിടരുതെന്നല്ല. ഒരു ദൈവിക വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച ഒരാൾ തൻ്റെ അധ്വാനം കൊണ്ടല്ല ജീവിക്കേണ്ടത്. ദൈവം അവനെ അത്ഭുതമായി നടത്തും. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിശ്വസ്തയോടെ നിന്നാൽ. ചില സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ കടന്നു പോകും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും അവർ ലജ്ജിച്ചു പോകേണ്ട വരത്തില്ല. ദൈവം അവർക്ക് വേണ്ടി അത്ഭുത വാതിലുകളെ തുറക്കും. അതാണ് ഇവിടെ പറയുന്നത്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികളെ നോക്കാതെ. എന്നിട്ട് പറയാണ്, ശബത്തിൽ നിൻ്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷം എന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയും. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ആരാധന ദിവസം ജോലിക്ക് പോകാതെ അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുമെങ്കിൽ, എന്നിട്ട് പറയണം, നിൻ്റെ വേലയ്ക്ക് പോവുകയോ അന്ന് വലിയ കച്ചവടത്തിന് പോവുകയോ ജോലിക്ക് പോവുകയോ ഒന്നും ചെയ്യാം. നിൻ്റെ വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥകാര്യത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ. അപ്പം ജോലിക്ക് പോകലെന്നല്ല, പക്ഷേ ആ ദിവസം അതിനുവേണ്ടി ആരാധനയ്ക്ക് വേണ്ടി നാം ആഴ്ചയിൽ ഒരു ദിവസം വേർതിരിക്കുമ്പോൾ ആ ദിവസം അന്ന് ജോലിക്ക് പോകാതെ, അന്ന് ബിസിനസ് ചെയ്യാതെ, അന്ന് ദൈവിക കാര്യത്തിന് വേണ്ടി തന്നെ സമയം ചിലവിടുമെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിൻ്റെ വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥകാര്യത്തിൽ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ എന്തു ചെയ്യും? നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശങ്ങളുടെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമാറാം. എന്നിട്ട് പറയാം, നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു ദൈവിക കാര്യത്തിന് വേണ്ടി സമയം ചെലവിടുന്നുണ്ടെങ്കിൽ, ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കുന്നെങ്കിൽ, ഇത് കർത്താവ് മറന്നു കളയത്തില്ല. അതിൻ്റെ 100 മടങ്ങും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കർത്താവ് തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്ന ആയുസ്സിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന ആയുസ്, സമയം, സമ്പത്ത്, ആരോഗ്യം, ഇതൊക്കെ അത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവെ വിശുദ്ധ ദിവസത്തിൽ, കർത്താവിനെ ആരാധിക്കേണ്ട ദിവസത്തിൽ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാതെ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുവാൻ, അങ്ങനെ പങ്കെടുക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നും കർത്താവ് ഞങ്ങളെ ഉയർത്തുമെന്നും കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കണമേ. കർത്താവിനെ ആരാധിക്കാനുള്ള ഉത്സാഹം ഞങ്ങൾക്ക് തരണമേ. ആത്മനിറവ് ഞങ്ങൾക്ക് തരണമേ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തവനേ,